ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ക്ലാസ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഇതിന് മുമ്പുള്ള കുറച്ച് 3 പാർട്ട് നമ്മൾ ഈ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ 3 പാർട്ടുകൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു അല്ലേ? അതിൻ്റെ ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓർക്കുന്നുണ്ടോ? ആ മെത്തേഡിൻ്റെ പേരെന്തായിരുന്നു? ട്രയാങ്കുലേഷൻ മെത്തേഡ് അല്ലേ? ട്രയാങ്കുലേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സിറ്റുവേഷനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്തു? ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നു. ഹൈപ്പോട്ടന്യൂസ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് എന്തൊക്കെയാണുള്ളത്? ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്. ഇവർ തമ്മിൽ നമുക്കൊരു റിലേഷൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്ത് ഈ റിലേഷൻ ഉപയോഗിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാരലക്സ് മെത്തേഡ്. എന്താണ് ആ മെത്തേഡിന്റെ പേര്? പാരലക്സ് മെത്തേഡ്. അപ്പോൾ ഈ പാരലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഡിസ്റ്റൻസ്, ഒരു വലിയ ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് പാരലക്സ് മെത്തേഡ്. വെരി ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് ഒരു പ്ലാനറ്റിലേക്കുള്ള, അല്ലെങ്കിൽ സ്റ്റാറിലേക്കുള്ള, അല്ലെങ്കിൽ മൂണിലേക്കുള്ള അത്രയും വെരി ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലക്സ് മെത്തേഡ്. അപ്പോൾ എന്താണ് പാരലക്സ് മെത്തേഡ്? അതിനു മുമ്പ് ആ ടേം പാരലക്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ രണ്ട് പൊസിഷനിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക. ഒരേ ഒബ്ജക്റ്റിനെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനെ വേറൊരു ഒബ്ജക്റ്റായിട്ട് കമ്പയർ ചെയ്യും. മനസ്സിലായോ? ഒരേ ഒബ്ജക്റ്റിനെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണും. അപ്പോൾ അതുമായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ പൊസിഷൻ കമ്പയർ ചെയ്യും. അപ്പോൾ രണ്ട് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് പൊസിഷൻസ് കിട്ടും. അതിൻ്റെ രണ്ട് സ്ഥാനം മനസ്സിലാവും. ശരിക്കും അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല, പക്ഷെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അതൊരു തോന്നൽ മാത്രം, ശരിക്കും അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല. അപ്പം ആ ഫിനോമിനെയാണ് പറയുന്നത്. മനസ്സിലായോ? ദി അപ്പാരന്റ് ചേഞ്ച്. അപ്പാരന്റ് ആണ്, ശരിക്കും റിയൽ ആയിട്ടുള്ളതല്ല, അപ്പാരന്റ് ആയിട്ട് നമ്മുടെ തോന്നലാണ്. അപ്പം ദി അപ്പാരന്റ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വെൻ വി ആർ ഒബ്സർവിങ് ദി സെയിം ഒബ്ജെക്ട് ഫ്രം 2 ഡിഫറെന്റ് ഒബ്സർവിങ് പോയിന്റ്സ്. നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്സർവിങ് പോയിന്റിൽ നിന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അപ്പം ഉണ്ടാവുന്ന ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ പൊസിഷനിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, ആ ഒരു ഫിനോമിന ഉപയോഗിച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് തന്നെ പഠിക്കാം. ഇപ്പം ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പം ഇത് ഒരു കാറ്, ഇതൊരു ടവർ. ഇത് അപ്പർ വ്യൂ ആണ് കേട്ടോ, മുകളിൽ നിന്ന് നോക്കുന്നതാണ്. മനസ്സിലായോ? മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അപ്പം ഇതൊരു കാർ, ഇവിടെ ഒരു കാർ ഒരു ടവറിന്റെ അടുത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കാം. അപ്പം രണ്ട് ഒബ്സർവിങ് പോയിന്റ്സ് വേണമെന്ന് പറഞ്ഞില്ല, രണ്ട് സൈഡിൽ നിന്ന് വേണം നമ്മൾ ഇതിനെ നിരീക്ഷിക്കാനായിട്ട്. അപ്പം രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഈ രണ്ട് പോയിന്റിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എയിൽ നിന്ന് നോക്കുമ്പം, എയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുക, ഈ കാറിനെ നിരീക്ഷിക്കുക. അപ്പം കാറിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എയിലാണെന്ന് വിചാരിക്കുക. എയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കാറിനെ നോക്കുമ്പോൾ കാറിന്റെ റൈറ്റ് സൈഡ് അല്ലേ? ഈ ലൈൻ ഒബ്സർവ് ചെയ്തേ, കാറിന്റെ വലതുവശം, നമ്മളാണ് എയിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ വലതുവശം ഈ കാർ, അപ്പം കാറിന്റെ വലതുവശത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്? ടവർ വരുന്നത്, അല്ലെങ്കിൽ ടവറിന്റെ ലെഫ്റ്റ് സൈഡ്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കാറിന്റെ വലതുവശത്ത് ടവർ വന്നു. ഇനി ബിയിൽ നിന്ന് നോക്കിയേ, ഇപ്പൊ നമ്മൾ ബിയിൽ ആണ്. ബിയിൽ നിന്ന് നോക്കുമ്പോഴോ കാറിന്റെ ഇടതുവശം, നമ്മളപ്പം നമ്മൾ ബിയിൽ നിന്നുകൊണ്ടാണ് കാറിനെ
നോക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു വേണം നോക്കാം. അപ്പോഴേ നമുക്ക് ആ സൈഡ് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. അപ്പർ വ്യൂ അല്ലേ, അപ്പം അങ്ങനെ പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് ഇതില്ല. നിങ്ങളാണ് ബിയിൽ നിൽക്കുന്നത്, നിങ്ങൾ ബിയിൽ നിന്ന് നോക്കുന്നു. ബിയിൽ നിന്ന് നോക്കുമ്പോഴോ കാറിന്റെ ഇടതുവശത്താണ് ടവർ. മനസ്സിലായോ? കാറിന്റെ ഇടതുവശത്ത് ടവർ വന്നു എന്ന് മനസ്സിലാവും. ബിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നു, നമ്മളാണ് ബിയിൽ നിൽക്കുന്നത്, അപ്പൊ കാറിന്റെ ഇടതുവശത്ത് ടവർ. എയിൽ നിന്ന് നോക്കിയേ, നമ്മൾ എയിൽ നിൽക്കുന്നു, എയിൽ നിന്ന് കാറിലേക്ക് നോക്കുന്നു. ഇതാണ് നമ്മൾ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ്. ആ ലൈനാണ് ഇവിടെ രണ്ടിടത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാറിന്റെ വലതുവശത്ത് ടവർ വന്നു എന്ന് മനസ്സിലായി. അപ്പം ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും അല്ലെ. എയിൽ നിന്ന് നോക്കിയപ്പോൾ കാറിന്റെ റൈറ്റ് സൈഡിലായിരുന്ന ടവർ ബിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ പറയുകയാണ് കാറിന്റെ ലെഫ്റ്റ് സൈഡിലാണല്ലോ ടവർ. അപ്പം അങ്ങനെ ഒരു അപ്പാരന്റ് ചേഞ്ച് ഉണ്ടായി, പൊസിഷനിൽ ഷിഫ്റ്റ് ഉണ്ടായി. ശരിക്കും ആ കാറ് ടവറിന് ഒരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാറിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ടവർ മാറിയതായിട്ട് തോന്നും. അപ്പം ഈ ഒരു ഫിനോമിനെയാണ് പാരലക്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്റ്റഡി റൂം, നിങ്ങൾ ഇരിക്കുന്ന റൂം, അതിൽ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വോളിൽ സ്വിച്ച് ബോർഡോ അല്ലെങ്കിൽ നമ്മൾ കലണ്ടർ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം, മനസ്സിൽ അത് ഫിക്സ് ചെയ്തേക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന പെൻ എടുക്കുക. പെന്ന് റൈറ്റ് ഹാൻഡ്, ഏത് ഹാൻഡ് എന്നില്ല, എക്സാമ്പിളിൽ ഞാൻ റൈറ്റ് ഹാൻഡ്, ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് എടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ എടുത്തിട്ട് ഞാൻ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കേട്ടോ. നമ്മുടെ കൈ മാക്സിമം, എൻ്റെ കയ്യിൽ പെന്നുണ്ട്, ഞാനത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചൊരു പോയിന്റ് ഇല്ലായിരുന്നോ, അപ്പം ഞാൻ എൻ്റെ റൂമിലെ സ്വിച്ചിൻ്റെ നേരെയാണ് ഒരു സ്വിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ആ സ്വിച്ചിൻ്റെ നേരെയാണ് ഞാൻ ഈ പെൻ നേരെ ഞാനിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒരു കണ്ണ് ഞാൻ അടച്ചു. ഇപ്പം ആദ്യം ഞാൻ എൻ്റെ ലെഫ്റ്റ് കണ്ണ് അടച്ചിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ആ പോയിന്റ്, ആ സ്വിച്ചിനെ കവർ ചെയ്താൽ പിടിച്ചേക്കുന്നത്. അപ്പം എനിക്ക് ഇപ്പം ലെഫ്റ്റ് കണ്ണ് അടച്ച് എൻ്റെ മുന്നിൽ പെന്നേ ഉള്ളൂ, സ്വിച്ച് കാണാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത് കവർ ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ലെഫ്റ്റ് കണ്ണ് തുറന്നിട്ട് റൈറ്റ് കണ്ണ് അടച്ചു നോക്കി. അപ്പം ഞാനിപ്പം നോക്കുന്നത് ലെഫ്റ്റ് കണ്ണിൽ കൂടെ. അപ്പം ഞാൻ മുമ്പേ പെന്ന് ഫിക്സ് ചെയ്ത പോയിന്റിലല്ല, ഷിഫ്റ്റ് ചെയ്തു. എനിക്കിപ്പോൾ ആ സ്വിച്ച് കാണാം. നേരത്തെ ഞാൻ അത് കവർ ചെയ്ത് പിടിച്ചിരുന്നേക്കുമായിരുന്നു. സ്വിച്ച് കാണാതിരിക്കാൻ വേണ്ടി പെൻ അവിടെ പൊസിഷൻ ഫിക്സ് ചെയ്തു. പക്ഷെ ആ കണ്ണടച്ച് ഇപ്പുറത്തെ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതെ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ജസ്റ്റ് രണ്ട് കണ്ണിൽ നിന്ന് നോക്കിയപ്പോൾ ഉള്ള ഡിഫറൻസ്. രണ്ട് കണ്ണ്, ഓരോ കണ്ണ് മാറി മാറി ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു പൊസിഷൻ അവിടെ പെന്നിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ആയതായിട്ട് നമുക്ക് തോന്നും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റിംഗ് അവിടെ നടന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ ഒരു വ്യത്യാസം, ഈ രണ്ട് കണ്ണിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും പൊടിക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു പൊസിഷൻ ഷിഫ്റ്റ് അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പം ഈ ഫിനോമിനനാണ് പാരലക്സ്. അപ്പം ഈ സംഗതി ഉപയോഗിച്ച് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇനി നമുക്ക് പാരലക്സിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും കയ്യിലെ ബുക്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വേണ്ടി. എന്താണ് പാരലക്സ്? The apparent change in position of an object with respect to another when we are shifting our eye sidewise is called parallax. Apparent change ആണ്, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിയൽ ആയിട്ടുള്ള ചേഞ്ച് അല്ല, apparent change in position ആണ്. നമുക്ക് തോന്നുന്നു ശരിക്കും ആ പൊസിഷൻ അവിടെ ഒരു ചേഞ്ച്, റിയൽ ആയിട്ട് പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെ നോക്കുന്ന രീതിക്ക് അനുസരിച്ച് പൊസിഷൻ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഫിനോമിൻ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് വെച്ച് ഇനി എങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് പഠിച്ചായിരുന്നല്ലോ, അതേതായിരുന്നു? ട്രയാങ്കുലേഷൻ മെത്തേഡ്. അപ്പോൾ ട്രയാങ്കുലേഷൻ മെത്തേഡിൽ നമ്മളൊരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളുമായിട്ടാണ് കമ്പയർ ചെയ്തത്. അപ്പം റൈറ്റ് ആംഗിളിൽ ട്രയാഡ് കമ്പയർ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാമായിരുന്നു. ഇപ്പം സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, അതുമായിട്ടുള്ള ഹൈപ്പോട്ടന്യൂസും അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും തമ്മിലൊക്കെയുള്ള റിലേഷൻ നമുക്ക് അറിഞ്ഞതുകൊണ്ട് നമുക്കത് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. അപ്പം ഈ മെത്തേഡ്, പാരലക്സ് മെത്തേഡ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പഠിച്ചിരിക്കണേ, നമ്മൾ അവിടെ കമ്പയർ ചെയ്തത് റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളുമായിട്ടായിരുന്നു കമ്പയർ ചെയ്തത്. ഇവിടെ പാരലക്സ് മെത്തേഡിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ ആ സിറ്റുവേഷനെ നമ്മൾ ഏതൊരു സിറ്റുവേഷനുള്ള ആ സിറ്റുവേഷനെ നമ്മൾ ഒരു സർക്കിളുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. സർക്കിളായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് ഉള്ളതൊക്കെ
സെന്റർ അറിയാമല്ലോ, സർക്കിളിന്റെ സെന്റർ ആണ്. സെന്ററിൽ നിന്ന് ആർക്കിലേക്ക് ഒരു ലൈൻ വരച്ചു. അതെന്തായിരിക്കും? റേഡിയസ്. അപ്പം ഇതും റേഡിയസ് അല്ലേ? അതെ. സെന്ററിൽ നിന്ന് സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ അത് റേഡിയസ് ആണ്. ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഇങ്ങോട്ട് വരച്ചാൽ ഈക്വൽ ആയിരിക്കും, ഇങ്ങോട്ട് വരച്ചാൽ എങ്ങോട്ട് വരച്ചാലും റേഡിയസ് റിമെയിൻസ് ദ സെയിം അല്ലേ? അപ്പം ഇവിടുന്ന് എയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു, ബിയിലേക്ക് ഒരു വരച്ചു, രണ്ടും റേഡിയസ് ആണ്. എ ബി ഒരു ആർക്ക് ലെങ്ത്, ഈ ഒരു എ ബി ആർക്ക് ലെങ്ത് എടുത്തു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ, ഇത്രയും നമുക്കറിയാം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം ഇത് തമ്മിൽ ഈ മൂന്ന് കാര്യങ്ങൾ, ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ? ആർക്ക് ലെങ്ത്, റേഡിയസ് r, ഇവിടുത്തെ ആംഗിൾ തീറ്റ, ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഓർത്ത് വെക്കുക. ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പാരലക്സ് മെത്തേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏത് കാര്യമാണോ അറിയാത്തത് അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ്. ഇന്ന് റീഅറേഞ്ച് ചെയ്തോളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ്. ഇനി റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു ആർക്ക് ഇൻറ്റു ആർക്ക് ഡിവൈഡഡ് ബൈ ആംഗിൾ. അപ്പം ഈ മൂന്ന് റിലേഷൻ അതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റീഅറേഞ്ച് ചെയ്തോളൂ. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ നല്ലപോലെ ഓർത്ത് വെക്കുക. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, അപ്പം ആ മൂന്ന് റിലേഷൻ ഓർത്ത് വെക്കുക. അപ്പം ഈ മൂന്ന് റിലേഷൻ ആണ് നമുക്ക് പാരലക്സ് മെത്തേഡിൽ ആവശ്യം. ഇനി നമ്മൾ കുറച്ച് കൺവേർഷൻസ് ആണ് പഠിക്കാൻ വന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണ്. ബേസിൽ നിന്ന് നമുക്കത് മനസ്സിലാവണം. മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ജിയോമെട്രി ബോക്സിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. എന്താ? പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടറിൽ നമ്മൾ ഡിഗ്രിയിലാണ് അല്ലേ? ഡിഗ്രിയിലാണ് നമ്മൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യുന്നത്. ഡിഗ്രിയിലാണ്. SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ഡിഗ്രി ആണോ? നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു. ആണോ SI യൂണിറ്റ്? അല്ല, റേഡിയൻ ആണ്. അപ്പം ഈ പ്രോബ്ലം അല്ലെങ്കിൽ പാരലക്സ് മെത്തേഡ് നമ്മൾ ഫിസിക്സിൽ ഏത് ഇതെടുത്താലും നമ്മൾ SI യൂണിറ്റിലായിരിക്കും പ്രോബ്ലംസ് ചെയ്യുക. അപ്പം SI യൂണിറ്റിൽ വേണം ഇവിടെയും ചെയ്യാൻ. അപ്പം ആംഗിൾ തീറ്റ റേഡിയനി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്ക് ചിലപ്പോൾ ഡിഗ്രിയിലായിരിക്കും തരാം, അല്ലെങ്കിൽ ഡിഗ്രിയെക്കാട്ടി ചെറിയ യൂണിറ്റ്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പം അതിലായിരിക്കും തരാം. അതിനെയൊക്കെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുക. അപ്പം SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്താ? റേഡിയൻ. RAD എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. റേഡിയൻ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കും അല്ലേ? ഇനി നമ്മൾ പ്രൊട്രാക്ടറിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ്? 1 ഡിഗ്രി. 1 ഡിഗ്രിയേക്കാൾ ചെറിയ ആംഗിൾ ഉണ്ടോ? നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? മേ ബി ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ 1 ഡിഗ്രിയേക്കാൾ ചെറിയ ആംഗിൾ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം 1 ഡിഗ്രിയേക്കാൾ ചെറുത് അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം 1 ഡിഗ്രി എന്ന് പറയുന്ന ആ ചെറിയ ഒരു 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 കോണളവല്ലേ? ചെറിയൊരു ഡിഗ്രി, ആ കോണളവ്, ആ 1 ഡിഗ്രിയെ സൂക്ഷ്മമായിട്ട് ഈക്വൽ 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലെ ഒരു പാർട്ട്, അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. 1 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60. ഒരു ഡിഗ്രീനെ 60 ആയിട്ട് ഈക്വൽ ആയിട്ട്, അത് വളരെ മൈക്രോസ്കോപ്പ് കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിലെ ഒരു പാർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് 1 മിനിറ്റ്. മനസ്സിലായോ? ഒരു ഡിഗ്രിയെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലി 60 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് 1 മിനിറ്റ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം 1 മിനിറ്റ് 60 പാർട്ടല്ലേ? അപ്പം 60 മിനിറ്റ് ആണ് നമ്മുടെ ടൈമുമായിട്ട് നോക്കിയേ. 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അല്ലേ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലെ ഒരു പാർട്ടാണ്. അങ്ങനെ 60 എണ്ണം ഉണ്ട് അല്ലേ? ആ 60 എണ്ണം 60 മിനിറ്റ് അത് അല്ലേ? 60 മിനിറ്റ്. അപ്പം 60 മിനിറ്റ് കൂടി ചേരുന്നതാണ് എന്ത്? ഒരു ഡിഗ്രി. മനസ്സിലായോ? ഇനി ഇതിലും ചെറുതുണ്ട്. ഇതിപ്പോൾ 1 മിനിറ്റാണ്. അപ്പം ഈ 1 മിനിറ്റിനെ വീണ്ടും 60 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, അതിലെ ഒരു പാർട്ട്. അപ്പം അതും നേരത്തെ പോലെ തന്നെ വളരെ ചെറുതായിട്ട് സൂക്ഷ്മമായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, 60 പാർട്സ് ആക്കിയേക്കുന്നു. അതിലെ ഒരു പാർട്ട്, അതാണ് 1 സെക്കൻഡ്സ്.
ഇതും സമയമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. 1 മിനിറ്റ് എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട്. 60 ഡിവൈഡ് ചെയ്തേക്കാം. അപ്പോൾ 60 സെക്കൻഡ്സ് കൂടി ചേരുന്നത് എന്താ? 60 സെക്കൻഡ്സ് കൂടി ചേരുന്നത് എന്താ? 60 മിനിറ്റ്. 60 മിനിറ്റ് കൂടി ചേരുന്നത് ടൈമിൽ 1 അവർ ആണ്. പക്ഷേ നമ്മുടെ ആംഗിളിന്റെ കേസിൽ 1 ഡിഗ്രിയാണ്. മനസ്സിലായോ? 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 60 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റിൽ 60 സെക്കൻഡ്സും ഉണ്ട്. മനസ്സിലായോ? അപ്പം 1 ഡിഗ്രിയിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 60 × 60 അല്ലേ? ടൈം പോലെ തന്നെ 1 മണിക്കൂറിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ്. മനസ്സിലായോ? ഇനി ഡിഗ്രിയെ എങ്ങനെ നമുക്ക് റേഡിയനിലേക്ക് ആക്കാം? ഡിഗ്രിയെ നമുക്ക് എങ്ങനെ റേഡിയനിൽ എഴുതാൻ പറ്റും? അപ്പം അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം ആ എക്സ്പ്രഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിലേക്ക് എങ്ങനെ വരുന്നു എന്ന് ഞാൻ പറയാം. അത് മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് വേണ്ടി. അപ്പം 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π എന്ന് നിങ്ങൾ പഠിക്കണം. അത് നമുക്ക് അറിയാവുന്ന കാര്യം. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π ആണ്. അപ്പം ഇനി 360 ഡിഗ്രി 2π ആണെങ്കിൽ 1 ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പം 5 പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ? അതുപോലെ തന്നെ 360 ഡിഗ്രി 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ 1 ഡിഗ്രി എത്രയാ? 2π/360. 2π/360, 2ഉം 360യും കട്ടായി π/180. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അപ്പോൾ ആദ്യം എന്തോ പഠിക്കണം? 360 ഡിഗ്രി എന്നുള്ളത് 2π റേഡിയൻ ആണ്. അപ്പോൾ 1 ഡിഗ്രി എത്രയാ? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. അപ്പം 1 ഡിഗ്രി എത്ര റേഡിയനാ? π/180. പൈയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാ? 3.14 എന്ന് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ 22/7 എടുത്താൽ കറക്റ്റ് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടും. 3.14 എന്ന് എടുത്താൽ മതി. 2 ഡെസിമൽ പ്ലേസ് നമ്മൾ എടുക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ 1 ഡിഗ്രി അറിയാം. ഇനി നമുക്ക് ഇപ്പോൾ 25 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 1 ഡിഗ്രിയുടെ എത്ര റേഡിയൻ ആണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഇതിപ്പോൾ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180. അപ്പോൾ 2 ഡിഗ്രിയോ 2 ടൈംസ് π/180. 3 ഡിഗ്രിയോ 3 ടൈംസ് π/180. അതുപോലെ തന്നെ 25 ഡിഗ്രിയോ 25 ടൈംസ് 25 × π/180. അപ്പം നമുക്ക് എത്ര കിട്ടി? അപ്പം അങ്ങനെ നമുക്ക് ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ചിലപ്പം പാരലാക്സ് മെത്തേഡിൽ നമുക്ക് നേരിട്ട് തരും എത്ര തീറ്റ എത്രയാണെന്ന് തരും. പക്ഷെ ആ തരുന്നത് മേ ബി ഡിഗ്രിയിലായിരിക്കാം, ചിലപ്പോൾ സെക്കൻഡ്സിലായിരിക്കാം, ചിലപ്പോൾ മിനിറ്റിലായിരിക്കാം, ചിലപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കാം. ചിലപ്പം പറയും 2 ഡിഗ്രി 40 മിനിറ്റ്സ് 13 സെക്കൻഡ്സ് അല്ലെങ്കിൽ 120 സെക്കൻഡ്സ് അങ്ങനെയൊക്കെ തരാം കേട്ടോ. അപ്പം അതിനെ നമ്മൾ ആദ്യം റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ഒരു ഡാഷിൽ എടുക്കുന്നത് 20 ഡാഷ്. അപ്പം അത് എത്രയാണ്? 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രിയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 വെച്ചിട്ടാണ് അല്ലേ ഡിഗ്രിയെ. ഇതിപ്പോൾ തന്നേക്കുന്നത് മിനിറ്റ്സിലാണ്. മിനിറ്റിൽ എന്ന് പറയുമ്പം ഡിഗ്രിയെ 60 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഒരു പാർട്ട്. അപ്പം നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 20 × π/180 × 60. കാരണം മിനിറ്റിൽ തന്നേക്കുന്നത് 60 മിനിറ്റ് കൂടുന്നതാണ് 1 ഡിഗ്രി. അപ്പം ×60 എന്ന് ചെയ്തു. ഇനി സെക്കൻഡ്സിൽ തന്നേക്കുന്നതെങ്കിലോ 30 സെക്കൻഡ്സ്. എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം? 30 × π/180 സെക്കൻഡ്സിലല്ലേ തന്നേക്കുന്നത്. അപ്പം ×60. അപ്പം ഇതിപ്പോൾ മിനിറ്റ്സിൻ്റെ ഭാഗത്തേക്ക്. ഇനി ഡിഗ്രിയുടെ കൂടെ ആകുമ്പോൾ ×60. അപ്പോൾ 2 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും സെക്കൻഡ്സിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അതേസമയം മിനിറ്റിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. ഇനി കോമ്പിനേഷൻ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി കോമ്പിനേഷനായിട്ട് തരുക. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചിലപ്പം 40 മിനിറ്റ് 15 സെക്കൻഡ്സ് എന്നാ തരുന്നത്. ആംഗിൾ എത്ര ആംഗിൾ ഇങ്ങനെ പറയുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലെ ആംഗിൾ 40 മിനിറ്റ്സ് 15 സെക്കൻഡ്സ്. ഇതിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? SI യൂണിറ്റിലേക്ക്. SI യൂണിറ്റ് ഏതാ? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് തരുമ്പോൾ എങ്ങനെ ചെയ്യണം? അപ്പം ഇത് മിനിറ്റിനെ അതേ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 40 × π/180 × 60. എന്താ ×60 വരെയുള്ള കാര്യം? മിനിറ്റ്സ് ആയിട്ട്. പ്ലസ് ഇനിയിപ്പോൾ 15 സെക്കൻഡ്സിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ പ്ലസ് 15 × π/180 × 60 × 60. മനസ്സിലായോ? ഈ 60 എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ? മിനിറ്റ്സിന്റെ കേസിൽ 60 മിനിറ്റ് ആയിരിക്കും 1 ഡിഗ്രി. അപ്പം മിനിറ്റിനെ റേഡിയനിലാക്കുമ്പോൾ നമ്മൾ ഒരു 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ്സ് ആണെങ്കിലോ 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്.
60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. അപ്പോൾ 60 × 60 അങ്ങനെ 260. അപ്പോൾ 15 × π/180 × 60 × 60. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടി? റേഡിയനിലാണ് കിട്ടുന്നത് ഇനി ഈ ആംഗിൾ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ട്. എന്താ? 2 ഡിഗ്രി അസ്യൂം ചെയ്യാം. മനസ്സിലായി? എന്നിട്ട് നിങ്ങൾ അത് എഴുതി വെക്കണം കേട്ടോ. 2 ഡിഗ്രി 40 മിനിറ്റ്സ് 15 സെക്കൻഡ്സ്. ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇതേ എക്സ്പ്രഷൻ കൂടുതൽ ഇപ്പുറത്ത് കുറച്ച് ടൈം കൂടെ വരും. ഇവിടെ ഒരു പ്ലസ് 2 × ആ 2 ഡിഗ്രി അല്ലേ, 2 ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 × π/180 പ്ലസ് 40 × π/180 × 60 പ്ലസ് 15 × π/180 × 60 × 60. ഇപ്പൊ നമുക്ക് റേഡിയനിലേക്ക് കിട്ടി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച ഒരു റിലേഷൻ പഠിച്ചു. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആ റിലേഷൻ, ഈ കൺവേർഷൻ, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പാരലക്സ് മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളോട് പറയാം. നമുക്കിപ്പം എർത്ത് AB, എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാം. എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്തുപയോഗിച്ച്? പാരലക്സ് മെത്തേഡ് ഉപയോഗിച്ച്. മൂണിൽ നിന്ന് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു മൂൺ, മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട്, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ SI യൂണിറ്റിലായിരിക്കും ചെയ്യുക. ഓക്കെ, SI യൂണിറ്റ് ചെയ്യും. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം AB, രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സിൽ നിന്ന്, എയിൽ നിന്ന് ഞാൻ മൂണിനെ ഒബ്സർവ് ചെയ്തു. ഇത് ഒബ്സർവിങ് പോയിന്റ്സ് ആണ്, എയും ബിയും. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിൽ തരും, അല്ലെങ്കിൽ നമുക്കറിയാം എയും ബിയും. ഇത് എവിടെ, എർത്തിന്റെ എവിടെ വേണമെങ്കിലും ആവാം കേട്ടോ. എർത്തിന്റെ എവിടെ വേണമെങ്കിലും. ഇപ്പം കിലോമീറ്റേഴ്സിലാണ് തരുന്നെങ്കിൽ മീറ്ററിലാക്കണം. മീറ്ററല്ലേ നമ്മുടെ SI യൂണിറ്റ്. അങ്ങനെ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, രണ്ട് ഒബ്സർവേറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്, ഇത് മൂന്ന്. ഇതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ. കഴിഞ്ഞ നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്തുമായിട്ടായിരുന്നു കമ്പയർ ചെയ്തത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടായിരുന്നു കമ്പയർ ചെയ്തത്. ഇവിടെ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്? ഒരു സർക്കിൾ. അപ്പോൾ ആ സർക്കിള് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, ഇതാണ് പോയിന്റ്, മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പം മൂൺ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിള് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ മൂൺ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിള്, അതിന്റെ സർക്കംഫറൻസ് എയും ബി എന്ന ആർക്ക് ലെങ്തിൽ കൂടെ പാസ് ചെയ്യാൻ വേണം. ഇങ്ങനെ അപ്പോൾ മൂൺ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിള് AB നമ്മളൊരു ആർക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയും ചെയ്തു. അപ്പം ഈ AB എന്ന് പറയുന്ന ആർക്ക് ലെങ്തിന് പറയുന്ന പേരാണ് ബേസ് ലൈൻ ഓർ ബേസിസ്. എങ്ങനെയാണ്? ബി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ബേസ് ലൈൻ ഓർ ബേസിസ്, AB. ഓക്കെ, ഇനി ഇത് മൂൺ. ഈ ഡിസ്റ്റൻസ്, അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് R, അതാണ് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ്. അത് D ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയാലും ഈക്വൽ ആയിരിക്കത്തില്ല. ഈ റേഡിയസ് റിമെയിൻസ് ദ സെയിം അല്ലേ? R ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ D എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ മുമ്പ് പഠിച്ച എക്സ്പ്രഷൻ എന്തായിരുന്നു? ആംഗിൾ, ഇതാണ് ആംഗിൾ തീറ്റ. ഈ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഈ കേസിൽ, ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്താ വേണ്ടത്? റേഡിയസ് ആണ് വേണ്ടത് അല്ലേ? ഡിസ്റ്റൻസ് D. റേഡിയസ് ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ ആംഗിൾ എന്ന് നമുക്ക് എക്സ്പ്രഷൻ നമുക്കറിയാം. ഇനി നമ്മൾ ആ എക്സ്പ്രഷൻ ഒന്ന് ചെറുതാക്കി നമുക്ക് വേണ്ട ഇവിടുത്തെ ടേംസ് വെച്ച് ഡിനോട്ട് ചെയ്താൽ, റേഡിയസ് എന്താണ്? D ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഏതായിരുന്നു? ബേസിസ് ഓർ ബേസ് ലൈൻ B ഡിവൈഡഡ് ബൈ തീറ്റ. ഇതൊക്കെ എന്തിലായിരിക്കണം? SI യൂണിറ്റിലായിരിക്കണം. തീറ്റ ഇപ്പം തീറ്റ തരിക 20 മിനിറ്റ്സ്, അതിനെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ 2 ഡിഗ്രി 30 മിനിറ്റ്സ് 25 സെക്കൻഡ്സ് എന്നായിരിക്കും. അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി തരുന്ന B ആർക്ക് ലെങ്ത് 5 കിലോമീറ്റേഴ്സ് എന്നായിരിക്കും, 10 കിലോമീറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ 800 മീറ്റർ എന്നായിരിക്കും. അപ്പം SI യൂണിറ്റിലാണ് തരുന്നതെങ്കിൽ അത് എഴുതുക. അതേസമയം SI യൂണിറ്റിലേക്കല്ല തരുന്നതെങ്കിൽ അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയനിലാണ്. ചിലപ്പം നമുക്ക് നേരിട്ട് തീറ്റ തരുന്നത് ഡിഗ്രിയിലായിരിക്കാം, മിനിറ്റ്സിലായിരിക്കാം, സെക്കൻഡ്സിലായിരിക്കാം, ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കാം. അതൊക്കെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു B ഡിവൈഡ് ബൈ തീറ്റ എന്ന ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ആ ഇക്വേഷൻ ഇവിടെ നിന്ന് വന്നു. ആംഗിൾ ഈസ് ഈക്വൽ ടു
ആർക്ക് ബൈ റേഡിയസ്, അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിച്ചു, റേഡിയസ് ഈസ് ഈക്വൽ ആർക്ക് ബൈ ആംഗിൾ, അതിൽ നിന്നാണ് നമുക്ക് ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. അപ്പം ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പം അത് ടൈമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ആ മിനിറ്റ്സും സെക്കൻഡ്സും 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. ഓക്കെ, ടൈം പോലെ തന്നെ 60 മിനിറ്റ് 1 മണിക്കൂർ എന്ന് പറയുന്ന പോലെ 60 മിനിറ്റ് 1 ഡിഗ്രിയാണ്. ഇനി 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്. ഇവിടെയും സെയിം 60 സെക്കൻഡ്സ് 1 മിനിറ്റ് ആണ്. ആ ഒരു കൺവേർഷൻസ് മാത്രം ഓർത്തിരിക്കുക. ഇനി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 360 ഡിഗ്രി ആണ് 2π. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. അപ്പോൾ 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? പൈ ബൈ 180. അപ്പോൾ അത് മൾട്ടിപ്ലൈ ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുക. അത് എത്ര ഡിഗ്രി ആണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, പൈ ബൈ 180 വെച്ച് ഇത്ര ഡിഗ്രിയെ റേഡിയനിലാക്കണമെങ്കിൽ പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് പാരലക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഇത് ഉപയോഗിച്ച്, ഇതിപ്പം ഞാനൊരു എക്സാമ്പിൾ രീതിയിൽ ഒരു പ്രോബ്ലം പറഞ്ഞതേ ഉള്ളൂ. നമ്മളിനി ഒരു പ്രോബ്ലം ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ പാരലക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മൂണിൻ്റെയോ സണ്ണിൻ്റെയോ ഒക്കെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതിൻ്റെ യൂസ്, പാരലക്സ് മെത്തേഡിൻ്റെ വേറൊരു യൂസ് പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.